കോൺഗ്രസ് പാർട്ടിയുടെ പതനത്തിനായി അഹോരാത്രം പ്രവർത്തിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണി തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധി ആകട്ടെ വിദേശ യാത്രകൾ നടത്തുന്നു. ഇതിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. ഇന്ത്യ മുന്നണി അംഗങ്ങളായ എംപിമാർ ഉൾപ്പെടെ ഇപ്പോൾ പരസ്യ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോക്സഭയിൽ സുപ്രധാന ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ പോലും പ്രതിപക്ഷ നേതാവാകട്ടെ വിദേശ യാത്രകൾ നടത്തിക്കൊണ്ട് കറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്. രാഹുലിനെ വിദേശ നാടുകളിൽ അദ്ദേഹം പോകുന്നതിനെ പലപ്പോഴായി തന്നെ BJP ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ പലതവണ BJP ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ സ്വന്തം പാർട്ടിയിൽ നിന്നോ ഇന്ത്യ മുന്നണിയിൽ നിന്നോ ഇതുവരെയും വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഇക്കഴിഞ്ഞ ഹരിയാന, ബീഹാർ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഈ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ ഇത് പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല എന്നതായിരുന്നു മറ്റൊരു വസ്തുത. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ വീണ്ടും കോൺഗ്രസിനെ പ്രേരിപ്പിക്കാൻ നിൽക്കാതെ, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കാൻ പോലും രാഹുൽ ഗാന്ധി ഇവിടെ ഇല്ല എന്നതാണ് വാസ്തവം. അദ്ദേഹം പല നാടുകളിലായി തന്നെ കറങ്ങി നടക്കുകയാണ്. അതായത് വിദേശ നാടുകളിൽ കറങ്ങി നടക്കുകയും ഇന്ത്യ വിരുദ്ധത മാത്രമാണ് മൈക്കിലൂടെ വിളിച്ചു കൂവുന്നതും. ഇതിപ്പോൾ തന്നെ കോൺഗ്രസിനെ വലിയ രീതിയിൽ വെട്ടിലാക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ദുഷ്കരമായ മറ്റൊരു കാര്യം. ലോക്സഭയിലെ സുപ്രധാന ബില്ലുകളിൽ ചർച്ചകൾ നടക്കവെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ജർമ്മനിയിലേക്ക് യാത്ര തിരിച്ചത്. യാത്രയെ ചോദ്യം ചെയ്ത BJPക്ക് കോൺഗ്രസ് MP ആയ പ്രിയങ്ക ഗാന്ധി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം പല രാജ്യങ്ങളിലും അടിക്കടി വിദേശയാത്രകൾ നടത്തുന്നുണ്ടല്ലോ, അദ്ദേഹത്തോട് ആരും എന്താണ് ഒന്നും ചോദിക്കുന്നില്ലല്ലോ എന്നതായിരുന്നു രാഹുലിന്റെ യാത്രകളെ ചോദ്യം ചെയ്യുന്നതിന് പ്രിയങ്ക മറുപടി നൽകിയത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് മറുപടി നൽകാൻ പോലും കഴിയാതെ സ്വയം വെട്ടിലായിരിക്കുകയാണ് പ്രിയങ്ക ഉൾപ്പെടെ. സമ്മേളനത്തിന്റെ അവസാന ദിവസങ്ങളിൽ രാഹുൽ ജർമ്മനി സന്ദർശിക്കുകയായിരുന്നു. ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളായ MPമാർ ഉൾപ്പെടെ തന്നെ രാഹുലിന്റെ യാത്രയ്ക്കെതിരെ പരസ്യ പ്രതിഷേധം രേഖപ്പെടുത്തി. ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങളായ MPമാർക്ക് വിപ്പ് നൽകിയപ്പോൾ രാഹുൽ സഭയിൽ എത്താതിരുന്നത് പാർട്ടിക്കകത്തും വലിയ വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലും മ്യൂച്വനിലുമുള്ള BMW പ്ലാന്റ് സന്ദർശിക്കുന്നതിന്റെയും ബൈക്ക് ഓടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ രാഹുൽ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം തന്നെ പങ്കുവച്ചിരുന്നു. കോൺഗ്രസിലും ഇന്ത്യ മുന്നണിയിലും രാഹുലിന്റെ നടപടിക്കെതിരെ വിമർശനം രൂക്ഷമായതോടുകൂടി തന്നെ വലിയ രീതിയിൽ വെട്ടിലാവുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ രീതിയിൽ അതായത് VP G റാംജി ബില്ലിനെതിരെ വലിയ പ്രതിഷേധം അവിടെ വോട്ടെടുപ്പ് ആവശ്യപ്പെടുന്നതിന് കൊണ്ട് വോട്ട് ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും CPM MP കൂടിയായ ജോൺ ബ്രിട്ടാസ് വലിയ രീതിയിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതുപോലെ ലോക്സഭയിൽ ബില്ല് ചർച്ച നടക്കുമ്പോൾ രാഹുൽ BMW ബൈക്ക് ഓടിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ബൈക്ക് ഓടിച്ചാൽ പോരെ എന്നും അവിടെ BMW കമ്പനി അവിടെ തന്നെ ഉണ്ടാകുമല്ലോ എന്നും പൂട്ടിപ്പോകില്ലല്ലോ എന്നതായിരുന്നു ബ്രിട്ടാസ് ചോദിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം സ്പീക്കറുടെ വസതിയിൽ വെച്ച് നടത്തിയ ചായ സൽക്കാരത്തിനിടയിൽ പോലും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ മുഖാമുഖം കണ്ട് സംസാരിക്കുകയും ചെയ്തു. മോദി ആകട്ടെ പ്രിയങ്ക ഗാന്ധിയോട് വയനാട് വിശേഷങ്ങൾ തിരക്കുകയും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ രാഹുൽ ഇത്തരത്തിൽ മോദിയുടെ നേരെ അവിടെ നിന്നുകൊണ്ട് സംസാരിക്കാൻ പോലും ധൈര്യം കാണിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നു കേൾക്കുന്നത്. ഇത് പാർട്ടിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കുന്നു എന്നതാണ് അവിടെ കോൺഗ്രസ് നേതാക്കളടക്കം പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ട സമയങ്ങളിൽ പോലും സഭയിൽ ഹാജരാകാൻ രാഹുലിന് കഴിയാത്തത് അവിടെ ജർമ്മനിയിലെ BMW ബൈക്കുകളെ കുറിച്ച് പഠനത്തിൽ മുഴുകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഓടിക്കാനുള്ള വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടാണ് ഇക്കാര്യങ്ങളൊന്നും തന്നെ മറന്നു പോകുന്നത് എന്ന പരിഹാസമാണ് ഇപ്പോൾ ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.